മംഗളഗീതം. പ്രപഞ്ചവീണയിൽ പ്രതിഭയുണർന്നു, പ്രണവധ്വനി ഉയർന്നു. വിശ്വചൈതന്യം വിളക്കു തെളിച്ചു, വിണ്ണിൽ പ്രഭ പരന്നു. വിണ്ണിൽ പ്രഭ പരന്നു. പ്രപഞ്ചവീണയിൽ പ്രതിഭയുണർന്നു, പ്രണവധ്വനി ഉയർന്നു. പ്രകൃതി തൻ വേദിയിൽ ഹൃദയപത്മങ്ങളാൽ അർച്ചന ചെയ്തിടുമ്പോൾ, പ്രകൃതി തൻ വേദിയിൽ ഹൃദയപത്മങ്ങളാൽ അർച്ചന ചെയ്തിടുമ്പോൾ, വാണിയാം സുകൃതം അരുളേണമേ, ഈണത്തിൻ സ്വരമഴ പൊഴിയണമേ. വാണിയാം സുകൃതം അരുളേണമേ, ഈണത്തിൻ സ്വരമഴ പൊഴിയണമേ. ഇരുളിൽ തെളിയും പൊരുളേ, കരളിൽ നിറയും കാരുണ്യമേ. ഇരുളിൽ തെളിയും പൊരുളേ, കരളിൽ നിറയും കാരുണ്യമേ. പ്രപഞ്ചവീണയിൽ പ്രതിഭയുണർന്നു, പ്രണവധ്വനി ഉയർന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് പ്രതിഭാ ഹൃദയവാണി ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണം. ഏവർക്കും ഇതിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1196 ധനു 26, 2021 ജനുവരി 10 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനം നേരുന്നു. അധികാരത്തിൻ്റെ യുക്തി അധികാരം തന്നെയാണ്. നിയമത്തിൻ്റെ യുക്തി നിയമമായിരിക്കുന്നത് പോലെ തന്നെ. വാൾട്ടർ സ്കോട്ടിൻ്റെ ഈ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് നമുക്ക് പരിപാടികളിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യ വനിതാ അധ്യാപിക എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ചോദ്യം ആവർത്തിക്കുന്നു. ഇന്ത്യയിലെ ആദ്യ വനിതാ അധ്യാപിക എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം ഈ പ്രക്ഷേപണത്തിൻ്റെ അവസാനം കേൾക്കാം. ശ്രോതാക്കളെ, പരിപാടികളിൽ ആദ്യം ഒരു ഭക്തിഗാനം കേൾക്കാം. ആകാശഭൂമിക്കധിപതിയായ ആലപിക്കുന്നത് ശ്രീ ഷംസുദ്ദീൻ ഐക്കരപ്പടി, മലപ്പുറം. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ ഖുദ്റത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ
ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ ഖുദ്റത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. അതു കേട്ട് ഞെട്ടിത്തരിച്ചില്ല ഈമാൻ, അതു കേട്ട് പൊട്ടിക്കരഞ്ഞില്ല പൂമാൻ. ഇസ്മായിലോട് പറഞ്ഞു ഖലീല്, ഇറയോന്റെ കൽപ്പനക്കില്ല ബദീല്. പൊട്ടിച്ചിരിച്ചു പറയുന്നു മുത്ത്, വെട്ടിത്തെറിപ്പിക്ക് ബാപ്പാ കഴുത്ത്. ഇരുപേരുമൊത്ത് നടക്കുന്നു മെല്ലെ, ഇറയോന്റെ വിധിയാൽ പലിക്കല്ല് കൊള്ളേ. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ ഖുദ്റത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. നിറചന്ദ്രസൂര്യൻ നടുങ്ങുന്നു മേലെ, നിരനിന്നു താരസമൂഹങ്ങളാകെ. ഉടയോൻ വിധിക്കായി ഒരുങ്ങുന്നു പൈതൽ, ഉടവാള് വീശുകയാണ് ഇബ്രാഹിം. അന്നേരം കേട്ടാന ശരീരിയൊച്ച, ആകാശം വെട്ടി പിളർക്കൂമലർച്ച. മദീനി നിറുത്തൻ ഖലീലെ ജയിച്ചു, മരിക്കില്ല നിന്റെ മകൻ ഇസ്മായിൽ. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ ഖുദ്റത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. ആകാശഭൂമിക്കധിപതിയായ അല്ലാഹുവിൻ്റെ ഖുദ്റത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. നിങ്ങൾ കേട്ടത് ഭക്തിഗാനം. പാടിയത് ശ്രീ ഷംസുദ്ദീൻ ഐക്കരപ്പടി, മലപ്പുറം. മിഴികൾ തിരയും നന്മകൾ മൊഴിയായി പകരും പക്ഷി പോൽ, ഇരവിലും പകലിലും സ്വരമായി പൊഴിയാൻ പ്രതിഭാ ഹൃദയവാണി. പുലരി മഴതൻ ഈണമായി തഴുകിയൊഴുകും തെന്നലായി, കനവിലും നിലവിലും കണിയായി പ്രതിഭാ ഹൃദയവാണി. അറിയുമ്പോൾ മധുരം, കേൾക്കുമ്പോൾ അതിമധുരം. വിനോദവും വിജ്ഞാനവും നിങ്ങളുടെ കാതുകളിൽ. പ്രതിഭാ ഹൃദയവാണിയിലൂടെ മാറുന്ന കാലത്തിനൊപ്പം മാറ്റത്തിന്റെ ശബ്ദമായി പ്രതിഭാ ഹൃദയവാണി. പ്രതിഭാ ഹൃദയവാണി. പ്രതിഭാസല്ലാപം വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. പരിപാടിയിൽ അടുത്തത് പ്രതിഭാ സല്ലാപം. ഇതിൽ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ KG മാർക്കോസുമായി ശ്രീ
നിസാർ തൊടുപുഴ നടത്തിയ അഭിമുഖത്തിൻ്റെ 2ാം ഭാഗം. അദ്ദേഹത്തോടൊപ്പം കുമാരിമാർ ശ്രീലക്ഷ്മി പി ചേർത്തല, സന്ധ്യാദേവി ആലാട്ടുകാവ് എന്നിവരും പങ്കെടുക്കുന്നു. ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും പ്രതിഭാഹൃദയവാണിയുടെ പ്രതിഭാസല്ലാപം എന്ന ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം നിസാർ തൊടുപുഴ. ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ മാർക്കോസുമായുള്ള അഭിമുഖം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുമസ് ദിനത്തിലാണ് പ്രതിഭാസല്ലാപത്തിൻ്റെ കഴിഞ്ഞ ഭാഗം ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിലെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മാർക്കോസേട്ടാ, പ്രതിഭാഹൃദയവാണിയുടെ പ്രതിഭാസല്ലാപം എന്ന ഈ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. താങ്ക് യു. താങ്കളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് അധികം അഭിമുഖങ്ങളിലൊന്നും താങ്കൾ പരാമർശിച്ച് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ചോദ്യം താങ്കളുടെ ബാല്യ കൗമാര കാലഘട്ടത്തെക്കുറിച്ചാണ്. എവിടെയായിരുന്നു മാർക്കോസേട്ട താങ്കൾ ബാല്യകാലം ചെലവഴിച്ചതും കൗമാര കാലഘട്ടം പിന്നിട്ടതുമൊക്കെ? ആ അനുഭവങ്ങൾ കൂടി ഒന്ന് പറയാമോ? ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്താണ് ആദ്യകാലങ്ങൾ. കാരണം എൻ്റെ അച്ഛൻ ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരം കേശവദാസുരം പട്ടത്ത് ആയിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് 2 വീടിനപ്പുറത്ത് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു അന്ന്. ആ തിയേറ്ററിൽ ഉച്ചയ്ക്ക് മാറ്റിനിക്ക് പാട്ട് വെക്കും. അന്ന് തിയേറ്ററിൻ്റെയൊക്കെ മേലെ ഇടത്തോട്ടും വലത്തോട്ടും 2 കോളാമ്പി വെച്ചിട്ട് അതിലൂടെ പാട്ട് കേൾപ്പിക്കും. അതായത് മാറ്റിനി ആരംഭിക്കാറായി, അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ ആരംഭിക്കാറായി, സെക്കൻഡ് ഷോ ആരംഭിക്കാറായി എന്നുള്ളതിൻ്റെ ഒരു അറിയിപ്പാണ്. അപ്പോൾ ഈ പാട്ടുകൾ ഇങ്ങനെ മാസങ്ങളോളം ചിലപ്പം ഒരേ പാട്ട് തന്നെ കേട്ട് അതെൻ്റെ മനസ്സിലിങ്ങനെ പതിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ അത് ദാസേട്ടനും പി സുശീലാമ്മയും ജാനകിയമ്മയും പി ലീലയൊക്കെ പാടിയ പാട്ടുകളായിരുന്നു കൂടുതലും. ദാസേട്ടൻ്റെ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അന്ന് മുതലേ എൻ്റെ മനസ്സിൽ കയറിയ ശബ്ദം അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അതിനോടൊരു താതാമ്യം വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് വളർന്നു. അത് ഉള്ളിലിങ്ങനെ കിടന്നു. പിന്നെ അച്ഛൻ അവിടുന്ന് ട്രാൻസ്ഫറായി ആലപ്പുഴയ്ക്ക് പോയി, കോട്ടയം പോയി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ 72 കൊല്ലത്ത് വരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ പഠിച്ച പലരും സിനിമാ രംഗത്തുണ്ട്. അന്ന് എൻ്റെ ക്ലാസ്സിൽ പഠിച്ചവരും എൻ്റെ ഒപ്പം ഇരുന്നവരും സിബി മലയിൽ, അതേപോലെ പ്രൊഡ്യൂസറായിട്ടുള്ള വാളക്കുഴി ഫിലിംസിൻ്റെ ഔസേപ്പച്ചൻ, അവരുടെ ആയിരുന്നു നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട്, പിന്നെ റാംജി റാവ് സ്പീക്കിംഗ് ഒക്കെ ഔസേപ്പച്ചൻ്റെ ആയിരുന്നു. അവസാനം കേരള ഹൗസ് വരെ. കൊല്ലത്ത് വന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പം പഠിച്ച ആളാണ് മുകേഷ്, സുരേഷ് ഗോപി, പിന്നെ ബാലചന്ദ്രമേനോൻ എൻ്റെ സീനിയറായിരുന്നു, അതുപോലെ പുണ്ട്ര ജോണി. ഇങ്ങനെ ഞങ്ങൾ കുറേ പേര് സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ആ സമയത്ത് കോളേജിലുണ്ടായിരുന്നു. ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേര് ആ സമയത്ത് എൻ്റെ കോളേജിൽ എൻ്റെ സീനിയറായിട്ടും ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൈ ജമ്പറായിട്ടുണ്ടായിരുന്ന യോഹന്നാൻ, അദ്ദേഹം എൻ്റെ സീനിയറായിരുന്നു. അങ്ങനെ ഒരുപാട് പേര്, അങ്ങനെയൊക്കെ നല്ല ഓർമ്മകളാണ് എനിക്ക് പഠിക്കുന്ന സമയത്ത് ഉള്ളത്. മാർക്കോസേട്ട, ഇനി ഈ വേദിയിലേക്ക് വരുന്നത് വളരെ മികച്ച ഒരു ഗായികയാണ്, കുമാരി ശ്രീലക്ഷ്മി. അതുകൊണ്ട് തന്നെ താങ്കൾ പാടി അനശ്വരമാക്കിയ പൂമാനമേ എന്ന ഗാനം ശ്രീലക്ഷ്മിയോട് നമുക്കൊന്ന് പാടാൻ ആവശ്യപ്പെടാം. നന്നായി പാടി ശ്രീലക്ഷ്മി. ഇനി മാർക്കോസേട്ടനോട് എന്താണ് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. നമസ്തേ സാർ, ഞാൻ ശ്രീലക്ഷ്മി, ചേർത്തലയിലാണ് താമസിക്കുന്നത്. ശ്രീ സ്വാതിരുനാൾ കോളേജിൽ MA മ്യൂസിക് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങൾ പുതുതലമുറ, അതായത് സംഗീത വിദ്യാർത്ഥിനികൾ, ഈ മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ഗാനത്തിൽ ശബ്ദത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ്? ശ്രീലക്ഷ്മി ചേർത്തല സ്വാതിരുനാളിൽ നിന്ന് MA മ്യൂസിക് കഴിഞ്ഞ വിദ്യാർത്ഥിനിയാണെന്ന് പറയുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു സംഗീതകാരിയെ പരിചയപ്പെടാനിടയായല്ലോ. ഇന്നത്തെ കുട്ടികൾ ന്യൂജൻ
പിള്ളേർ എങ്ങനെയാണ് സംഗീതത്തെ കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും ശാസ്ത്രീയ സംഗീതം എന്ന് പറയുമ്പോൾ അത് ആസ്വദിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ആഗ്രഹം തന്നെ ഉണ്ടെങ്കിൽ ശാസ്ത്രീയ സംഗീതമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ കുട്ടികളിൽ ഭൂരിഭാഗവും അറിവ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോഗ്രാമിങ്, പാടാനല്ല അവർ മെയിനായിട്ട് ഈ ശാസ്ത്രീയ സംഗീതത്തെ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ചെറുതായിട്ട് രാഗം എന്താണ് അല്ലെങ്കിൽ താളം എന്താണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മാത്രമുള്ളൊരു പഠിത്തമാണ്. പക്ഷേ ശബ്ദത്തിനൊരു വലിയ ഘടകമുണ്ട് സംഗീതത്തിൽ. അതിപ്പോൾ ശാസ്ത്രീയ സംഗീതമായാലും ലളിത സംഗീതമായാലും നന്നായിട്ട് പാടി അവതരിപ്പിക്കുമ്പോഴാണ് ഒരു ഗായകനോ ഗായികയോ ആളുകളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റുന്നത്. അപ്പോൾ ആ മനസ്സിൽ കയറിപ്പറ്റണമെങ്കിൽ നല്ല ഒരു ശബ്ദം, ആ ശബ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലാണ് അല്ലെങ്കിൽ മോഡുലേഷൻ എന്ന് പറയും ഒരു കലാകാരിയെ അല്ലെ കലാകാരനെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ശാസ്ത്രീയ സംഗീതവും ഭാവന മതി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പാടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ശാസ്ത്രീയ സംഗീതം ഇന്നത്തെ ആൾക്കാർ ഇഷ്ടപ്പെടാൻ ഇടയായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ മുഖ്യ കാരണക്കാരൻ എനിക്ക് തോന്നുന്നു യേശുദാസ് എന്ന വ്യക്തി തന്നെ ആയിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊടുക്കുന്ന രീതിയും ശബ്ദത്തിൻ്റെ ഗാംഭീര്യവും അങ്ങനെയുള്ള ഒരു ഇത് വന്നപ്പോഴാണ് ആളുകൾക്ക് വാതാപിയാണെങ്കിൽ പോലും ഇഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതിനു മുമ്പ് മഹാരഥന്മാരായിട്ടുള്ള ഒരുപാട് പേര് പാടിയിട്ടുണ്ട്. പക്ഷെ അവർ പാടുമ്പോൾ നമ്മൾ കാണാം ഉത്സവപ്പറമ്പിലൊന്നും ചിലപ്പോൾ ഒരു 10-100 പേരിൽ കൂടുതൽ കാണത്തില്ല. പക്ഷേ യേശുദാസ് എന്ന വ്യക്തി വരുമ്പോഴത്തേക്കും അവിടെ 10,000-ങ്ങളാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ശബ്ദത്തിൻ്റെ ഒരു ഗാംഭീര്യമാണ്. അപ്പോൾ ശബ്ദത്തിന് അതിൻ്റെതായ ഒരു മഹത്വം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും, ന്യൂ ജെൻ ആണെങ്കിലും ഓൾഡ് ജെൻ ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു ജെൻ ഉണ്ടെങ്കിൽ അതാണേലും ഈ പറഞ്ഞ പോലെ ശബ്ദമാണ് ഒരു ഗായകനെയോ ഗായികയോ മനുഷ്യരുടെ മനസ്സിലേക്ക് നിലനിർത്തുന്നത്. നല്ല സുഖമുള്ളൊരു ശബ്ദമാണെങ്കിൽ നമുക്കത് കേട്ടിരിക്കാനുള്ളൊരു മാനസികാവസ്ഥയുണ്ടാവും. അപ്പോൾ ശബ്ദം നന്നായിട്ട് സൂക്ഷിക്കുക, നന്നായിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുക. ഈ നമ്മുടെ ഹാർമോണിയത്തിൽ 3 സ്ഥായിയാണ്. അപ്പോൾ ആ 3 സ്ഥായിലും നമ്മുടെ ശബ്ദം കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന രീതികളുണ്ട്. ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ പദങ്ങളുടെ അക്ഷരങ്ങളുടെയൊക്കെ കേൾവിസുഖം ശ്രദ്ധിക്കണം. നമ്മൾ പറയുമ്പം അല്ലെങ്കിൽ പാടുമ്പം ഉണ്ടാകുന്ന ഒരു ശബ്ദസുഖം അത് ഞങ്ങൾ തന്നെയാണെങ്കിൽ ഇപ്പോൾ റെക്കോർഡിങ്ങിന് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പാടുന്ന സാധനം ആയിരിക്കത്തില്ല അപ്പുറത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ. രണ്ടാമത് കേൾക്കുമ്പോഴാണ് മനസ്സിലായത് വിചാരിച്ച സാധനം വന്നില്ലല്ലോ എന്ന്. അപ്പോൾ അത് പല പ്രാവശ്യം പിന്നെ പാടുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അതിൻ്റെ ഉച്ചാരണം ഇങ്ങനെ പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ, അല്ലെങ്കിൽ ആ വാക്കിൻ്റെ ഇന്ന രീതിയിൽ പ്രയോഗിച്ചാലേ അതിൻ്റെ വരുള്ളൂ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പല പ്രാവശ്യം പല കാര്യങ്ങളും ചെയ്തു വരുമ്പോഴാണ് നമുക്ക് ഐഡിയ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. ഇന്നത്തെ കുട്ടികളോട് പറയാനുള്ളൊരു മെയിൻ കാരണം അതാണ്. കാരണം ഇന്ന് ഒരുപാട് പേരുണ്ട് പാട്ടുകാർ, എല്ലാവരും പാട്ടുകാരാണ്. പ്രകൃതിയിൽ ജനിച്ചു വീഴുന്ന 98% ആൾക്കാരും ഗായകരല്ല, ആൾക്കാരും പാടും. പക്ഷേ പാടുന്നവരെല്ലാം പാട്ടുകാരല്ല. അതിനുവേണ്ടി ദൈവം ചില ആൾക്കാർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അവരായിരുന്നു പണ്ട് പാടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആ ആൾക്കാരൊക്കെ ഇന്ന് നിലനിൽക്കുന്നത്. പക്ഷെ ഇന്ന് വരുന്ന പലരും ഇങ്ങനെ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ ഇങ്ങനെ ചുമ്മാ വന്ന് പാടി പോകുന്നു, ഞങ്ങളൊക്കെ ഇവിടെ പാട്ടുകാരായിട്ടുണ്ടെന്ന് അറിയിപ്പിച്ച് പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതല്ല ശരിക്കുമുള്ള പാട്ട് നന്നായിട്ട് പഠിച്ച്, ശാസ്ത്രീയമായിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, പാടി പഠിക്കണം. നന്നായിട്ട് പാടി പഠിക്കുക, നല്ല രീതിയിൽ ശബ്ദം പ്രയോഗിക്കാനായിട്ട് പഠിക്കണം. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇന്നത്തെ കുട്ടികളുടെ സംഗീതം കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകിച്ച് അത് സീരിയസ് ആയിട്ട് എടുക്കുക നിങ്ങൾക്ക്. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ യേശുദാസിൻ്റെ കാലം കഴിഞ്ഞു, അദ്ദേഹം 60-65 വർഷം നിന്നു. ഞാനിപ്പോൾ 42 വർഷമായിട്ട് രംഗത്തുണ്ട്. ഞങ്ങളുടെയൊക്കെ ഒരു തലമുറ വരെ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര വർഷം ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ഇനിയുള്ളൊരു തലമുറ ഞാൻ 2 വർഷം പാടി അല്ലെങ്കിൽ 5 വർഷം പാടി എന്ന് പറയാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം അതിനുള്ളിൽ അടുത്ത രീതിയിലേക്ക് മാറ്റം വരികയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലമാണ് ഇനിയുള്ളത്. അപ്പോൾ സീരിയസ് ആയിട്ട് എടുത്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് നിന്ന് പോകാൻ പറ്റുള്ളൂ. കാരണം ഇന്നിപ്പോൾ ഒരുപാട് ഈ സംഗീത പരിപാടികൾ പ്രത്യേകിച്ചും ഒരുപാട് ചാനലുകളിലൊക്കെ നമുക്ക് കാണാം, ജഡ്ജസും പാർട്ടിസിപ്പൻസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് കൊണ്ട് യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് കുട്ടികൾക്ക് കിട്ടുന്നില്ല. കാരണം ഇതുകൊണ്ട് 1-2 പേര് ജയിച്ചു വരുന്നു, അല്ലെങ്കിൽ ഒരു 10 പേരെ കണ്ടെത്തുന്നു. അതുകൊണ്ട് മാത്രം ആയില്ല. ഇത് ആ ചാനലിനും കൊള്ളാം, അതിൻ്റെ അകത്തിരിക്കുന്ന ജഡ്ജസിനും കൊള്ളാം. അല്ലാതെ ഇതുകൊണ്ട് ഉപജീവനം നയിച്ചു പോകാമെന്ന് വിചാരിച്ച് ഒരു കുട്ടിയും മുമ്പോട്ട് വരണ്ട. മാത്രമല്ല ഈ ഫെയിം എന്ന് പറഞ്ഞാലും 1-2 വർഷം നിൽക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തി ആ രംഗത്ത് ഒരു 10, 15, 20 വർഷം നിന്നെങ്കിൽ മാത്രമേ അവർ ഓർക്കുകയുള്ളൂ. 2 വർഷം നിന്നു, 3 വർഷം നിന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഓർക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും വർഷങ്ങളിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടേതായ സ്വന്തം വേദികളിലൂടെയെങ്കിലും അത് ഒരു തപസ്യായിട്ടെടുത്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനി ഒരു ചോദ്യവുമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഒരു സംഗീതാധ്യാപികയാണ്. നമുക്ക് നോക്കാം അതാരാണെന്ന്. നമസ്കാരം സർ, ഞാൻ കൊല്ലത്ത് നിന്നും സന്ധ്യാദേവി. ഇപ്പോൾ ലൂയി ബ്രെയിൽ മെമ്മോറിയൽ മോഡൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് കുടയത്തൂർ തൊടുപുഴയിൽ
സംഗീതാധ്യാപികയായി ജോലി ചെയ്യുന്നു. ഗാനഗന്ധർവൻ നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ, അദ്ദേഹവുമായി അങ്ങേക്കുള്ള ആത്മബന്ധം, അദ്ദേഹത്തിന്റെ ജീവിത രീതി, ഗാനശൈലി ഇവയെല്ലാം അങ്ങയുടെ വ്യക്തി ജീവിതത്തെയും സംഗീത ജീവിതത്തെയും എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഒരിക്കൽ അദ്ദേഹം അങ്ങയുടെ വീട് സന്ദർശിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിനിടയായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? അദ്ദേഹവുമായി അങ്ങേക്കുണ്ടായിട്ടുള്ള ചില അവിസ്മരണീയ മുഹൂർത്തങ്ങൾ ഇവയെല്ലാം ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ആ കാലത്ത് 72 ദാസേട്ടൻ 61 സിനിമയിൽ പാടാൻ തുടങ്ങിയത്. 72 10 വർഷം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണും. അപ്പോൾ എനിക്കന്ന് 15 വയസ്സാണെന്ന് തോന്നുന്നു. അതെ, അപ്പം ഞാൻ അദ്ദേഹത്തെ കണ്ടു. ആദ്യമായിട്ട് ഇങ്ങനെ ആ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടു. അപ്പം ഞാൻ കേൾക്കുന്ന പാട്ടിൻ്റെ ആളാണ് ഈ നിൽക്കുന്നതെന്നുള്ളത് എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അതിശയവും. കാരണം അവിടുത്തെ പയ്യനും എൻ്റെ കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞാണ് യേശുദാസ് അവിടെ വരുന്നു എന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. അങ്ങനെ ദാസേട്ടനെ ആദ്യമായിട്ട് കാണുന്നു. ആ ബന്ധം ഇന്നും ഉണ്ട്. ഇത്രയും വർഷത്തിനിപ്പുറവും ഈ ബന്ധമുണ്ട്. എങ്കിലും ഈ പറഞ്ഞാൽ ആദ്യം കണ്ട ആ ഒരു അനുഭവം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്ന് ഇവരുടെയൊക്കെ പടങ്ങൾ മാത്രമേ കാണാനുള്ള ഒരവസരം ഉണ്ടായിരുന്നുള്ളൂ. കാരണം TV ഉണ്ടായിരുന്നില്ല, ഇന്നത്തെ പോലെ മീഡിയ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ന്യൂജൻ കാര്യങ്ങളൊന്നും, മൊബൈൽ ഫോണോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഇവരെ ഒന്നും കാണാനുള്ളൊരു ഭാഗ്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഉണ്ടായിരുന്നൊരു വികാരം അത് ഭയങ്കരമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടു. എന്നെ വിളിച്ചിരുത്തി 4-5 പാട്ട് പാടിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടമായി. ചെറിയ പ്രായമാണല്ലോ, 15 വയസ്സേ ഉള്ളൂ. പക്ഷേ ആ പ്രായത്തിൽ ഉള്ള എൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ ഒരു പെർഫെക്ഷനൊക്കെ കണ്ടിട്ടായിരിക്കാം എന്നോട് പറഞ്ഞു, നീ സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല. എന്നാൽ സംഗീതം അത്യാവശ്യം പഠിക്കണം, ഈ രംഗത്ത് ശോഭിക്കണമെങ്കിൽ നന്നായി കഷ്ടപ്പെടണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ വഴി ഇതായിരിക്കണം എന്ന് ഞാൻ മനസ്സിൽ കണ്ടതും. കാരണം അച്ഛൻ ഡോക്ടറാണ്, അച്ഛൻ്റെ അച്ഛൻ ഡോക്ടറാണ്, അച്ഛൻ്റെ സഹോദരി ഡോക്ടറാണ്, അച്ഛൻ്റെ 2 അമ്മാവന്മാർ ഡോക്ടറാണ്, അച്ഛൻ്റെ അമ്മയുടെ അനിയത്തി ഡോക്ടറാണ്. അപ്പം അങ്ങനെ വളരെ അടുത്ത ബന്ധുക്കൾ ഡോക്ടേഴ്സുള്ള ഫാമിലിയിൽ നിന്നാണ് ഞാൻ പാട്ട് എൻ്റെ ജീവിതോപാധിയായിട്ട് തിരഞ്ഞെടുത്തത്. അദ്ദേഹം ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീടിനടുത്തുള്ള വീട്ടിൽ വരുമായിരുന്നു. എൻ്റെ കഴിവ് കണ്ടിട്ട് എന്നോട് സ്നേഹമായിരുന്നു. അപ്പം ഒരു ദിവസം ഇതുപോലെ എൻ്റെ വീട്ടിൽ വന്നു അദ്ദേഹം. കുറച്ച് നേരം, ഒരു 1.5 മണിക്കൂർ അദ്ദേഹം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. കൊല്ലത്ത് വെച്ചിട്ടാണ്. അതുകൂടാതെ 1978, 79 കാലഘട്ടത്തിൽ ദാസേട്ടന് പാടാൻ പറ്റാതെ ഇരുന്ന ഒരു വേദിയിൽ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കാറ് 2-3 വർഷം മുമ്പ് അദ്ദേഹം വിറ്റിരുന്നു. ആ കാലത്ത് ആ കാറിൻ്റെ ഓണർഷിപ്പ് മാറ്റാതെ, അദ്ദേഹത്തിൻ്റെ പേര് മാറ്റാതെ അതിങ്ങനെ കൊണ്ടു നടന്ന് അതിലൂടെ കള്ളക്കടത്ത് നടത്തി. അന്നത്തെ കാലത്ത് ഹാജി മസ്താൻ എന്നൊക്കെ പറഞ്ഞ് വലിയ കള്ളക്കടത്ത് രാജാക്കന്മാരൊക്കെ ബോംബെയിലുണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ അവരുടെ ഒരു വിങ് എനിക്ക് തോന്നുന്നു മംഗലാപുരത്ത് വെച്ച് ദാസേട്ടൻ്റെ ഈ വണ്ടിയിൽ കള്ളക്കടത്ത് നടത്തിയപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അങ്ങനെ അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാകേണ്ടി വന്നു. അപ്പോൾ അതേ ദിവസം ഹരിപ്പാട്ടൊരു പരിപാടി അദ്ദേഹം പാടേണ്ടതായിരുന്നു. അപ്പോൾ അത് മാറ്റാനും പറ്റത്തില്ലായിരുന്നു. കാരണം സമൻസ് കിട്ടിയതിന് ശേഷം വളരെ ഷോർട്ട് നോട്ടീസിൽ അത് മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം തന്നെ തീരുമാനിച്ച്, അദ്ദേഹവും ഈ വരുന്ന വീട്ടിലെ സുധാകരൻ ചേട്ടനും കൂടെ തീരുമാനിച്ച് അതെന്നാ അവൻ പാടട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പാടിച്ചു. ഞാനും ബേബി സുജാതയുമായിരുന്നു അന്ന് ആ പരിപാടി നടത്തിയത് 78. അത് കഴിഞ്ഞ് ദാസേട്ടൻ പിറ്റേ ദിവസം പാട്ട് മുഴുവനും വന്നിരുന്ന് കേട്ട് ഞാൻ എങ്ങനെ പാടി എന്നുള്ളതിനെപ്പറ്റി ഒരു അവലോകനമൊക്കെ നടത്തി എന്നെ വിളിച്ച് അഭിനന്ദിച്ചു. ഇന്നും ആ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. പിന്നെ ഒരേ പ്രൊഫഷനിൽ വന്നപ്പോൾ ഉള്ള തിരക്കും, അദ്ദേഹം വേറൊരു ലെവലിൽ നിൽക്കുന്ന ഒരു ഗായകനാണ്. എന്നേക്കാൾ 10-17 വയസ്സ് മൂത്ത ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ലെവലിൽ നിൽക്കുമ്പം അദ്ദേഹത്തിൻ്റെ ചെവി കടിച്ച് പറിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. ദാസേ തന്നെ പറ്റി അവനിങ്ങനെ പറഞ്ഞ കേട്ടോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എൻ്റെ ഉള്ളിലെങ്കിലും തോന്നിയിട്ടുണ്ടാവും, അങ്ങനെ പറഞ്ഞോ എന്ന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടുള്ളൊരു ചെറിയൊരു ഈർഷ ചില സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കലും ഞാനിനി താടി കറുപ്പിക്കുന്നില്ല, വെള്ള ആക്കി തന്നെ നടക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ചില വർത്തമാനം അദ്ദേഹം പറഞ്ഞതും എനിക്ക് പ്രതികരിക്കേണ്ടി വന്നതും ഒക്കെ. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത പരിചയവും ആത്മാർത്ഥമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ഉയർച്ചയും ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. കാരണം വളരെ ചെറിയ പ്രായം മുതൽ, എൻ്റെ ചെറിയ പ്രായവും അദ്ദേഹത്തിൻ്റെയും പ്രായം ചെറിയ പ്രായത്തിൽ പരിചയപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹം എൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ട്. അങ്ങയുടെ ജീവിതത്തിലെ ഒട്ടനവധി സംഗീത അനുഭവങ്ങളും സംഗീത വിദ്യാർത്ഥികൾക്കായി നിരവധി ഉപദേശങ്ങളും ദാസേട്ടനുമായുള്ള താങ്കളുടെ ആത്മബന്ധവുമൊക്കെ പ്രതിഭാഹൃദയവാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി താങ്കൾ പങ്കുവച്ചു കഴിഞ്ഞു. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത പ്രതിഭാസല്ലാപത്തിലും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. പ്രതിഭാസല്ലാപത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ KG മാർക്കോസുമായി ശ്രീ നിസാർ തൊടുപുഴ നടത്തിയ അഭിമുഖത്തിൻ്റെ 2ാം ഭാഗം. തയ്യാറാക്കിയത്
ഡോക്ടർ ബീന കൃഷ്ണൻ. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത ആഴ്ചത്തെ പ്രതിഭാസല്ലാപത്തിൽ കേൾക്കാം. പ്രതിഭാസല്ലാപം സമാപിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, പ്രതിഭാഹൃദയവാണിയുടെ പ്രക്ഷേപണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പ് സന്ദേശമായോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 7025913371 70 25 91 33 ഇമെയിൽ ഐ ഡി പ്രതിഭാഹൃദയവാണി 2020@gmail.com പ്രതിഭാഹൃദയവാണി 2020@gmail.com. പ്രിയ ശ്രോതാക്കളെ, 2020 ഡിസംബർ 27 ഞായറാഴ്ചയിലെ പ്രതിഭാഹൃദയവാണി പ്രക്ഷേപണത്തിൽ മായാത്ത തുലാവർഷ പച്ച എന്ന ചിത്രീകരണം ഉൾപ്പെടുത്തിയിരുന്നു. അന്തരിച്ച കവയത്രി ശ്രീമതി സുഗതകുമാരി ടീച്ചറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയായിരുന്നു അത്. ഇതിൽ ടീച്ചറുടെ ജന്മസ്ഥലം ആറന്മുള എന്നതിനു പകരം തിരുവനന്തപുരം എന്നും, പ്രധാന കൃതികളുടെ കൂട്ടത്തിൽ മേഘം വന്നു തൊട്ടപ്പോൾ എന്നതിനു പകരം മേഘം വന്നു തോറ്റപ്പോൾ എന്നും തെറ്റായി പറഞ്ഞിരുന്നു. ഇതിലുള്ള പ്രതിഭാഹൃദയവാണിയുടെ നിർവ്യാജമായ ഖേദം രേഖപ്പെടുത്തുന്നു. ഒപ്പം തുടർന്നു വരുന്ന പരിപാടികളിൽ ഉൾപ്പെടുത്തുന്ന വിവരങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നതുമാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച ശ്രോതാക്കളോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇനി ഒരു ശ്രോതാവിന്റെ അഭിപ്രായം കേൾക്കാം. പ്രതിഭാഹൃദയവാണിക്ക് ആദരപൂർവം സ്നേഹവന്ദനം. ഞാൻ അശോകൻ കൈലാസ്, നിലമ്പൂർ. പ്രതിഭാഹൃദയവാണിയിലെ എല്ലാ കലാപ്രതിഭകൾക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുകയാണ്. 2020 ക്രിസ്തുമസ് ആഘോഷ പരിപാടിയുടെ ഭാഗമായി നടത്തിയ പ്രത്യേക പരിപാടിയിൽ നിസാർ തൊടുപുഴ മംഗളദീപം തെളിയിച്ച് വരവേറ്റു. പുതിയ അനുഭവങ്ങളിലൂടെയും പുത്തൻ ചിന്തകളിലൂടെയും വ്യത്യസ്തമാർന്ന കലാവിഭവങ്ങളുമായിട്ടാണ് പ്രതിഭാഹൃദയവാണി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നോബിൾ മേരിയുടെ അവതരണ ഭംഗി പ്രതിഭാഹൃദയവാണിയെ ഏറെ ഹൃദ്യമാക്കി. അംബിക കാക്കനാട് രചനയും സംവിധാനവും നിർവഹിക്കുകയും സന്തോഷ് കണ്ണാടിപ്പറമ്പ് ഓർക്കസ്ട്രേഷൻ നിർവഹിക്കുകയും ചെയ്ത പുൽക്കൂട്ടിൽ പൂവിട്ട പുണ്യം എന്ന നാടകം ക്രിസ്തുമസ് ദിനത്തെ ഏറെ ധന്യമാക്കി. അതുപോലെ തന്നെ സിജി സക്കറിയ നടത്തിയ പുതിയ പാചകക്കുറിപ്പ് ഹൃദയവാണിയെ ഏറെ രുചികരമാക്കി തീർത്തു. ശ്രീ ജിജോ ജേക്കബ് അങ്കമാലി അവതരിപ്പിച്ച സാക്സോഫോൺ ഡിസംബറിന്റെ മഞ്ഞുപോലെ ആർദ്രമായി. ക്രിസ്തുമസ് ദിനമായ ഡിസംബർ 25 തീയതി ശ്രീമതി ബീന കൃഷ്ണനും മുത്തു പിയെയും ചേർന്ന് അവതരിപ്പിച്ച അവതരണം വാക്കുകൾക്കതീതമായിരുന്നു. ജോസി വയനാട് പശ്ചാത്തല സംഗീതമൊരുക്കി പ്രതിഭാഹൃദയവാണിയിലെ ഗായകർ അവതരിപ്പിച്ച ക്രിസ്തുമസ് ഗാനം ആഘോഷപൂർണമായി. നിസാർ തൊടുപുഴയുടെ അവതരണത്തിന്റെ മികവിൽ പ്രതിഭാസല്ലാപത്തിൽ ജനപ്രിയ പിന്നണി ഗായകൻ KG മർക്കോസ് സാറിന്റെ സംഗീത ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കിട്ടത് പ്രതിഭാഹൃദയവാണിക്ക് ഏറെ ചൈതന്യവും കരുത്തും ആത്മവിശ്വാസവും പകർന്നു. ഈ അഭിമുഖ പരിപാടിയിൽ ഫ്രാൻസിസ് ചേർത്തലയുടെയും ജെയിംസ് കുട്ടി തിരുവനന്തപുരത്തിന്റെയും സോജൻ കരിപ്പാലിയിലെയും ശ്രദ്ധേയമായ ഇടപെടലായിരുന്നു ആ പ്രതിഭാസല്ലാപത്തിൽ ഉണ്ടായത്. അവിനാശ് കൃഷ്ണ അവതരിപ്പിച്ച കഥയും ഈ വർഷത്തെ ക്രിസ്തുമസിനെ ഏറെ പുതുമ നിറച്ചു. ശ്രീമതി മായ ജോൺ പത്തനംതിട്ട അവതരിപ്പിച്ച പാചകക്കുറിപ്പിൽ കേക്ക് നിർമ്മാണത്തെക്കുറിച്ചുള്ള പരിപാടി പ്രതിഭാഹൃദയവാണിയുടെ രുചിമുകളങ്ങൾക്ക് മാറ്റുകൂട്ടി. ഏവർക്കും നന്ദി. നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിഭാഹൃദയവാണി ഓൺലൈൻ റേഡിയോ. പരിപാടിയിൽ അടുത്തതായി ഗാനവീഥി, സംഗീത സംബന്ധിയായ ചോദ്യോത്തര പരിപാടി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ മുത്തു CA.
നമസ്കാരം. ഈ ആഴ്ചയിലെ ഗാനവീഥിയിൽ ഞാൻ മുത്തൂസിയെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം നോക്കാം. ഞാൻ വിജയപ്രഭു, കണ്ണൂർ. എൻ്റെ പേര് ആശാലക്ഷ്മി, കൊല്ലം. ഞാൻ ജിജി സുമം, തൃശൂർ. ഈ ഗാനം 1992 പുറത്തു വന്ന പൊന്നാരം തോട്ടത്തെ രാജാവ് എന്ന ചിത്രത്തിലേതാണ്. ഗാനരചന ONV കുറുപ്പ്, സംഗീത സംവിധാനം മോഹൻ സിത്താര, ആലാപനം മിൻമിനി. ഇനി അടുത്ത ആഴ്ചയിലെ ചോദ്യം ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു ഹമ്മിങ് നിങ്ങളെ കേൾപ്പിക്കാം. ഇത് ഏത് പാട്ടിൻ്റെ തുടക്കത്തിലുള്ള ഹമ്മിങ് ആണെന്ന് തിരിച്ചറിഞ്ഞ് ശരിയുത്തരം അയക്കുക. ഈ ഹമ്മിങ് നിങ്ങൾക്ക് വേണ്ടി ആലപിച്ചത് കുമാരി വീണ ബി കരുനാഗപ്പള്ളി. നിങ്ങളുടെ ശരിയുത്തരങ്ങൾ പ്രതിഭാഹൃദയവാണിയുടെ 7025913371, അതായത് 7025913371 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജായി അയക്കുക. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: പരമാവധി നിശബ്ദത ഉള്ള ഒരു പരിസരത്ത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പേരും മെസ്സേജും, അതായത് ഗാനം, ഒരേ വോയിസ് മെസ്സേജിൽ തന്നെ അയക്കാൻ ശ്രമിക്കുക. താങ്ക് യു. ഒരു നല്ല ഞായറാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീഥി, സംഗീത സംബന്ധിയായ ചോദ്യോത്തര പരിപാടി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ മുത്തു CA. പാചകരംഗം, രുചിഭേദങ്ങളുടെ ശ്രവ്യാനുഭവം. പാചകരംഗത്തിൽ ഇന്ന് ശ്രീമതി സജിത ശിവൻ പെരുമ്പാവൂർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പാചകക്കുറിപ്പ് കേൾക്കാം. പാചകരംഗത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സജിത. ഞാൻ താമസിക്കുന്നത് പെരുമ്പാവൂർ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപഴം കൊണ്ടുള്ള ഒരു വടയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ചെറുപഴം, മൈദ,
പഞ്ചസാര, ഉപ്പ്, വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. തയ്യാറാക്കുന്ന വിധം: ചെറുപഴം ഞാൻ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. തൊണ്ട് കളഞ്ഞ് നല്ല പഴുത്ത പഴം വേണം കേട്ടോ. ഒരു പാത്രത്തിലിട്ട് സ്പൂണ് കൊണ്ട് നന്നായി ഉടയ്ക്കുക. ഉടച്ചതിന് ശേഷം ഒരു നുള്ളു ഉപ്പ്, പിന്നെ മധുരം ആവശ്യമുള്ള അനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. നന്നായി ഇളക്കുക. അതിനുശേഷം മൈദ മാവ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. ഇളക്കി നമ്മുടെ ഉഴുന്നുവടയുടെ മാവിൻ്റെ പാകത്തിന് കട്ട പിടിക്കാതെ ഇളക്കി എടുക്കുക. അതിനുശേഷം ചെറിയ ഉരുളകളാക്കി ഉരുട്ടി ഉഴുന്നുവടയുടെ ഷേപ്പിൽ ഒരു ഹോൾ ഇടുക. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് അടിവശം നന്നായി ചുവന്ന് വരുമ്പോൾ മറിച്ചിട്ട് കോരിയെടുത്ത് ഉപയോഗിക്കുക. നല്ലൊരു സ്നാക്സാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. നമ്മൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് സാധനങ്ങൾ മതി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നന്ദി, നമസ്കാരം. ഇതുവരെ നിങ്ങൾ കേട്ടത് പാചകക്കുറിപ്പ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീമതി സജിത ശിവൻ പെരുമ്പാവൂർ. പാചകരംഗം സമാപിച്ചു. പ്രിയരെ, ഈ പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇന്ത്യയിലെ ആദ്യ വനിതാ അധ്യാപിക എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഇന്ത്യയിലെ ആദ്യ വനിതാ അധ്യാപിക എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രീമതി സാവിത്രി ഭായ് ഫുലെ. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീ ജ്യോതിറാവ് ഫുലെയുടെ ഭാര്യയായിരുന്ന ഇവർ 1831 ജനുവരി 3 ജനിച്ചത്. അവരുടെ ജന്മദിനം ഇന്ത്യൻ വിമൻസ് ഡേ ആയി ആചരിച്ചു വരുന്നു. ശ്രോതാക്കളെ, പ്രതിഭാഹൃദയവാണിയുടെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുകയായി. ഈ പ്രക്ഷേപണത്തിൻ്റെ സാങ്കേതിക സഹായം, ശബ്ദ മിശ്രണം ശ്രീ സജു ബാലരാമപുരം, ചിത്ര സംയോജനം ശ്രീ മുഹമ്മദ് ആഷിഖ് കക്കോട്, നിർവഹണം ശ്രീ എൻ ഗോപകുമാർ മറിയപ്പള്ളി. ഈ പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായത് സുധീഷ് കൊറ്റാളി, കണ്ണൂർ. പ്രതിഭാഹൃദയവാണിയുടെ മറ്റൊരു പ്രക്ഷേപണത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ ഏവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. പ്രതിഭ ഹൃദയവാണി, കാഴ്ച പരിമിതരുടെ ഓൺലൈൻ റേഡിയോ. ഹൃദയതാളത്തിനൊപ്പം കാതോർത്ത്. പ്രതിഭ ഹൃദയവാണി.